ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. സമയം ഇപ്പോൾ ഏകദേശം വൈകിട്ടൊരു 3:30 മണിയാണ്. മക്കൾ ക്ലാസ്സിൽ നിന്നും വരുന്നതിന് മുൻപായിട്ട് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനായിട്ട് വന്നിരിക്കണേ. അപ്പോൾ ഞാനിന്ന് ഒരു ഓംലേറ്റ്, വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഓംലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ദോശമാവ് ഇരിക്കുന്നുണ്ട്, രാവിലെ ദോശ വെച്ചതിൻ്റെ ബാക്കി കുറച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് 2 ദോശയും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കണേ. 2 കോഴിമുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും നമുക്ക് എടുക്കാം. ഇത് രണ്ടും ചീവിയിട്ടാണ് എടുക്കുന്നത്. ഇതുപോലെ ചോപ്പറിൽ ചെറിയ ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ 2 കോഴിമുട്ടയ്ക്ക് വേണ്ടിയിട്ട്. നന്നായിട്ട് ചീവി എടുത്ത് ഇതുപോലെ എടുത്താലാണ് അത് പെട്ടെന്ന് വെന്ത് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയും പച്ചമുളകാണ്. അത് നമുക്ക് ചോപ്പ് ചെയ്ത് വഴിയെ ചേർക്കാം. പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം ഒരു ചെറിയ സവാള നീളത്തിൽ ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കുട്ടികളിനി മുളക് കടിക്കുന്നുള്ളൊരിതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാലും മതി. ഒന്ന് വഴറ്റി കഴിയുമ്പോൾ സവാള. ഇനി ഞാൻ അതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്ത്, ഇതുപോലെ തന്നെ ഇതിൽ ക്യാബേജും വേണമെങ്കിൽ ഇങ്ങനെ ചോപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് വെച്ചാൽ മതിയാവും. സോഫ്റ്റായിട്ട് കിട്ടിയാൽ റെഡിയാവും. കാരണം നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വേവില്ല കറക്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ വേവിച്ചിട്ട് ചേർക്കുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഞാൻ ആദ്യം കോഴിമുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മുടെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് പൊരിച്ചെടുക്കുക. മല്ലിയില വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർക്കാം. വേപ്പില വേണമെങ്കിൽ അത് ചേർക്കാം. ഞാൻ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഉപ്പ് കുറവാണെങ്കിൽ അത് ചേർക്കാം. ഇനി മുളക് പൊടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് സാധാരണ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിലാകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, നമ്മൾ സവാളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് വേവാനായിട്ട് ഇത്രയും കൂടി സമയം കൊടുക്കണം. കാരണം സാധാരണ ഓംലേറ്റിനേലും കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവട്ടെ. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്, കാരണം കട്ടി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. എനിക്ക് ചില സമയത്ത് ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട്. അപ്പോൾ അത് തിരിഞ്ഞു പോയി പൊട്ടിയെങ്കിലും അത് അടുത്ത സൈഡ് വെന്ത് വരുമ്പോൾ സെറ്റാവും. ഇനി ഞാനത് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വെജ് ഓംലേറ്റ് ഇതേ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നോക്കണമെങ്കിൽ തന്നെ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇനി ഇതെന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ഒരു രക്ഷയില്ല. അവർ കഴിക്കാനായിട്ട് മടിയുള്ളവർ ഭയങ്കര മടിയായിരിക്കും. ഒരു പ്രായം വരെ ആയിട്ട് കുട്ടികൾക്ക് ആ മടിയുണ്ട്. അത് കഴിഞ്ഞത് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മക്കളും അതേ ചെറുപ്പത്തിലൊക്കെ ആയിരുന്ന സമയത്ത് 2 പേരും 2 ടൈപ്പാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര മടിയായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. ഭയങ്കര മടിയെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഞാൻ അടുത്തൊരു ഉണ്ണി ഉണ്ടാകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ ഒരു കുഞ്ഞാവണേന്ന്. കാരണം അത്രമാത്രം ഭക്ഷണം കൊടുക്കാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നൊക്കെ ഞാൻ കുറേ രീതിയിൽ പല പല റെസിപ്പീസൊക്കെ ഉണ്ടാക്കി ഇവളെ കഴിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. എന്ത് തന്നെ ഉണ്ടാക്കിയാലും ആൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് വലുതായി കഴിഞ്ഞപ്പോൾ കുറേ അതൊക്കെ മാറിയിട്ടോ, ഒരുപാട് മാറ്റമായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ളവർ വിഷമിക്കേണ്ട. അവരൊരു കുറച്ച് ഏജ് എത്തിക്കഴിയുമ്പോൾ തനിയെ അതൊക്കെ കഴിച്ചോളും. എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയണത്. അവരത് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുക. പിന്നെ അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാര്യം. അസുഖങ്ങളൊന്നും എപ്പോഴെപ്പോഴും വരുന്നില്ല എന്നൊന്ന് ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായിക്കോളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ ഞാൻ എന്തായാലും അതേ ദോശയുടെ കൂടെ ഞാൻ നെയ്യിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇങ്ങനെ മുകളിലിട്ട് കൊടുക്കുക. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ 2 പേരും മാത്രം കേട്ടോ ക്ലാസ് വിട്ട് വരുമ്പോൾ സ്നാക്സ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെയൊന്നും കഴിക്കാറില്ല. ചില ദിവസം തോന്നിയാൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കാറൊന്നുമില്ല എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ദോശ ചുട്ടെടുത്ത് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും വീട്ടിൽ നമ്മൾ എന്ത് ഭക്ഷണമാണ് സാധാരണ എല്ലാവർക്കും വേണ്ടി വെക്കുന്നത് അത് തന്നെ കുട്ടികളെ കഴിപ്പിച്ച് ശീലിപ്പിക്കുക. അവർക്ക് വേണ്ടി എപ്പോഴും വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും അതേപോലത്തെ സ്പെഷ്യൽ ഫുഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് തന്നെ കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വീട്ടിൽ എന്താണ് ഫുഡുള്ളത് അത് വെച്ച് കഴിക്കാനായിട്ട് പഠിക്കുക. എൻ്റെ മക്കളൊക്കെ ചില സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത കറിയൊക്കെ ആണെങ്കിൽ അവർ കഴിക്കാൻ അങ്ങനെ കൂട്ടാക്കാണ്ടാവും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നെയ്യും കുറച്ച് ഉപ്പിട്ടിട്ട് അവർ ചോറുണ്ണും, അല്ലെങ്കിൽ കുറച്ച് അച്ചാറും തൈരും കൂട്ടിയിട്ട് ചോറുണ്ണും. കാരണം അവർക്ക് ഇത് അത്ര താല്പര്യമില്ല. പക്ഷേ വേറെ വെറൈറ്റി ആയിട്ടൊന്നും ചെയ്യാതെ കാരണം നിർത്തിയില്ലാത്തതുകൊണ്ട് അവരുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ വാശി ഉണ്ടാവില്ല ഫുഡിൻ്റെ കാര്യത്തിൽ. ഇതിനെ കിട്ടുള്ളൂ എന്നൊരു തോന്നൽ വരുമ്പോൾ അവർ കിട്ടുന്നത് കഴിക്കാനായിട്ട് പഠിക്കും. ഇനി മക്കൾ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ചായ കുടിക്കാനായിട്ട് പോകാം. അപ്പോൾ എനിക്കിങ്ങനത്തെ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് സിനിമകളുടെ മലയാളം സിനിമകളുടെയൊക്കെ മ്യൂസിക് മാത്രമുള്ള ഇതുപോലത്തെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കിട്ടും. അത് പ്ലേ ചെയ്ത് വെച്ചിട്ട് പണികൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാട്ടോ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് അവർ ഫ്രഷായി സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ അവരായും തന്നെ ടി വിയിൽ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഇരിക്കുക. ഇവരിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർമ്മ വരും. കാരണം എനിക്കും അതെ, ചായ എടുക്കുക, സ്നാക്സ് എടുക്കുക, ടി വി വെച്ച് അതിന് മുമ്പിൽ ഇങ്ങനെ കാർട്ടൂൺ ചാനലൊക്കെ അന്ന് ഉണ്ടാവുമല്ലോ, ആ കാർട്ടൂൺ ചാനലിലെ കാർട്ടൂണായിരിക്കും കാണുക. ഇപ്പോൾ ഇവർ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് ആയിരിക്കും കാണുക. അപ്പോൾ അന്ന് കാർട്ടൂൺ ചാനലിലൊക്കെ കറക്റ്റ് ടൈമിങ്ങിനായിരിക്കും പ്രോഗ്രാം ഉണ്ടാവുക. ഞാൻ പണ്ട് കണ്ടിരുന്ന ചില കാർട്ടൂണുകളായിരുന്നു ഇത് മായക്കണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ പണ്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ. സ്നാക്സൊക്കെ മക്കൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സ്കൂളിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് അവർ കളിക്കാനൊക്കെ ആയിട്ട് പോയി. ഞാൻ ദേ ഇവിടെ കിച്ചണിലോട്ട് വന്നിട്ട് നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ, ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, വലിയതായിട്ടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറേ പാത്രം ഉണ്ടാവും. അപ്പോൾ ഈ സ്നാക്സൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് തിരിച്ച് വന്നിട്ട് ഈ പാത്രം കാണുമ്പോൾ തന്നെ ദേഷ്യം വരൂല്ലേ. ഞാൻ എന്തായാലും ഈ പാത്രങ്ങൾ വേഗം തന്നെ കൈയോടെ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ പറ്റാവുന്നതും പാത്രങ്ങൾ ഞാൻ കഴുകി വയ്ക്കാൻ നോക്കാറുണ്ട്. തിരക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടി സിങ്കിലേക്കിടും. അപ്പോൾ പിന്നെ കുറേ അധികം പാത്രമാവും. അപ്പോൾ എന്തായാലും ഇതെല്ലാം വാഷ് ചെയ്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറും കറികളും എല്ലാം തന്നെ ഞാനിപ്പോൾ ചൂടാക്കാൻ അവിടെ സ്റ്റൗമ്മ വെച്ചിട്ടുണ്ട്. കാരണം രാവിലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ചൂടാക്കി വെക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ എടുക്കുമ്പോഴേക്കും കേടുവരും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചൂടാക്കാനായിട്ട് വയ്ക്കുമ്പോഴേക്കും ഞാനിവിടെ ഈ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് വെക്കുകയാണ്. പരമാവധി എപ്പോഴും മൾട്ടി ടാസ്ക് ചെയ്യാനാണ് നോക്കാറ്. ഒറ്റയടിക്കപ്പോൾ പണികൾ നമ്മുടെ വേഗം കഴിയും. അതുപോലെ തന്നെ ടി വിയിൽ നമ്മൾ പാട്ടൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് ആളുകൾ ഫോൺ ചെയ്യില്ലേ, എന്നിട്ട് പാട്ട് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടാവില്ല ടി വിയിൽ. അതൊക്കെ എനിക്ക് വളരെ താല്പര്യമായിരുന്നു. കാരണം അന്നൊക്കെ നമ്മൾ പാട്ടുകൾ ടി വിയിൽ അങ്ങനെ വരുമ്പോഴൊക്കെ കേൾക്കുക, പുതിയ സിനിമയിലെ പാട്ട്. ഇപ്പോൾ ഈസി ആയിട്ട് യൂട്യൂബിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്താൽ പാട്ട് വരും. പക്ഷെ അന്നൊക്കെ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ റേഡിയോയിലായാലും ടി വിയിലായാലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം ആ പാട്ട് വരാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ പാട്ടിൻ്റെ പരിപാടികൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം പുറത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. സാധാരണ ഈ ഒരു സമയത്ത് എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ കുറച്ച് നേരം അധികം നടക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടൈമാണ്. പക്ഷേ ഈസ്റ്റർ കഴിഞ്ഞ ശേഷം അതൊക്കെ മുടങ്ങി കിടക്കുകയാണ്. മൊത്തത്തിലൊരു മടിയായി. ഈസ്റ്റർ കഴിഞ്ഞു, പിന്നെ മക്കളുടെ ക്ലാസ് തുടങ്ങി, എല്ലാം റൊട്ടീനിലേക്ക് ഇങ്ങനെ ആയി വരുമ്പോഴേക്കും ഒരു ക്ഷീണവും മടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എക്സസൈസൊക്കെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഇപ്പോൾ. ഇനി അത് ആദ്യം പുതിയ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ സമയം ഒരു 6 മണി കഴിഞ്ഞപ്പോൾ അകത്തോട്ട് പോന്നു, ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. അപ്പോൾ മക്കളും ഈ സമയമാകുമ്പോഴേക്കും സ്കൂളിലേക്കുള്ളതൊക്കെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 6:30 കഴിയുമ്പോൾ ഇരിക്കുക. അപ്പോൾ അവർ അവിടെ പഠിക്കാനിരിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും, ഡൗട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോണു. ഇനി ഞാനിവിടെ കുറച്ച് തുണികൾ മടക്കാനായിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് സാധാരണ ഞാൻ തുണികളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാറ്. അപ്പോൾ അതെല്ലാം ഫോൾഡ് ചെയ്ത് അൽമാരയിലോട്ട് കൈയോടെ വെക്കും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അത് അവിടെ അങ്ങനെ കുറേ ദിവസം അത് കസാരമേ കിടക്കും. പിന്നെ അടുത്ത ദിവസം അത് കുറേ ദിവസം മടക്കിയിട്ട് അവിടെ കട്ടിലും ഇരിക്കും. അത് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോഴാണ് പിന്നെ കയറ്റി വെക്കുക. അപ്പോൾ ആ ഒരു രീതിയായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പം ഞാൻ അത് മാറ്റി കൈയോടെ മടക്കി അപ്പം തന്നെ അത് ഷെൽഫിലേക്ക് വെക്കും. അപ്പോൾ പിന്നെ ആ പണി കഴിയും. ഇല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കും. അപ്പോൾ ഈ ഒരു സമയത്തായിരിക്കും നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടാവുക. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ, ഒരു 4ാം ക്ലാസ് വരെ എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയമേ പഠിച്ചു തുടങ്ങും. അപ്പോൾ ഓരോ കുട്ടികളെയും പഠിക്കാനുള്ള കഴിവൊക്കെ വ്യത്യാസമായിരിക്കും. ചിലർ സ്ലോയിലായിരിക്കും പഠിക്കുക, ചിലർ സ്പീഡിലായിരിക്കും പഠിക്കുക, അല്ലേ? അപ്പോൾ ഓരോ കുട്ടികളെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ അവരുടെ മാർക്ക് വരുമ്പോഴും നമ്മൾ മനസ്സിലുണ്ടായിരിക്കുക, എൻ്റെ മക്കൾക്ക് ഇത്രയാണ് പഠിക്കാനുള്ള കഴിവുള്ളത്, അത്രത്തോളം മാർക്ക് അവർ മേടിച്ച് കൊണ്ടുവന്നല്ലോ എന്നുള്ള ഹാപ്പി ആവുക. അല്ലാതെ കിട്ടാത്ത മാർക്കിൽ സങ്കടപ്പെടാതെ അവരുടെ കഴിവിനനുസരിച്ച് അവർ മാർക്ക് മേടിച്ചിട്ടുണ്ടോ നമ്മൾ നോക്കിയാൽ മതി. ഓവർ സ്ട്രെയിന് കൊടുക്കാതെ അവർക്ക് പറ്റുന്ന രീതിയിൽ നോക്കുക. അതുപോലെ തന്നെ ഒരു പ്രായം വരെ അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ അവർ സ്വയമേ പഠിക്കുന്നൊരു സ്റ്റൈലിലേക്ക് ആക്കുക. ചിലപ്പോൾ മാർക്ക് കുറയുമായിരിക്കാം, പക്ഷെ അവർ സ്വന്തമായിട്ട് പഠിച്ചാലാണ് അവരുടെ പഠിക്കുന്നതിൻ്റെ സ്റ്റൈൽ അവർക്ക് മനസ്സിലായി അതനുസരിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ ആ മക്കളെ കുഞ്ഞാണെങ്കിൽ അവരെ പഠിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സമയമാണ്.
സാധാരണ ഈ ഒരു ടൈം ഞാൻ മക്കളുടെ കൂടെ ഇരിക്കുന്ന സമയമാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരം ഞാൻ കറി വെക്കാനായിട്ട് വന്നിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ വെക്കാറില്ല വൈകുന്നേരം അങ്ങനെ സ്പെഷ്യൽ കറികളൊന്നും. പക്ഷേ ഇന്ന് പതിവില്ലാണ്ട് പൊറോട്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മാച്ചായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ കുക്കറിലോട്ട് 3 വലിയ സവാള നീളത്തിൽ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. 2 പഴുത്ത തക്കാളി നീളത്തിൽ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് ഇഞ്ചി ചതച്ചത്, 4 വെളുത്തുള്ളിയുടെ അല്ലി, അതുപോലെ തന്നെ 3 പച്ചമുളക്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കുക്കർ മൂടി വയ്ക്കുക. ഒരു 3 വിസിൽ അടിക്കുന്നവരെ വേവിക്കുക. 3 വിസിൽ അടിച്ച് പ്രഷർ ഫുള്ളായിട്ട് പോയി കഴിയുമ്പോൾ നമുക്കിനി അത് തുറക്കാം. അപ്പോൾ ഇതിൽ കുക്കറിൽ വേവുന്ന നേരം കൊണ്ട് ഞാൻ കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാലൻസ് ഉണ്ടായ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ നമുക്ക് തുറന്നു നോക്കാം. പ്രഷറൊക്കെ പോയി എല്ലാം സെറ്റായിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം ഈ സവാളയും തക്കാളിയും മാത്രം. ആ വെള്ളം കളയരുത്, അതവിടെ വെക്കുക, ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരും. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചുവന്നുള്ളി ഒരു 10 എണ്ണമൊക്കെ ചോപ്പ് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൊരിയിച്ചെടുക്കുക. നമ്മൾ മീൻ കറിക്കൊക്കെ മൊരിയിച്ചെടുക്കില്ലേ, അതേപോലെ നമ്മളൊന്ന് മൊരിയിച്ചെടുക്കുക. മൊരിയിച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ അരിപ്പയിൽ ഊറ്റി വെച്ചിരുന്ന സവാളയും തക്കാളിയും മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അതും അതിന് കൂടെ തന്നെ ആ വെള്ളം ഉണ്ടല്ലോ അതും മിക്സിയിൽ ഒഴിച്ചിട്ട് അതും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 7-8 മിനിറ്റ് വരെ തിളപ്പിക്കണം. ആ വെള്ളവും ആ ഗ്രേവിയും എല്ലാം മിക്സ് ചെയ്ത് നല്ലൊരു കട്ടിയിലൊക്കെ ഇങ്ങനെ വരും. അപ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. കറി ഏകദേശം ഈ ഒരു കട്ടിയിലായി കഴിഞ്ഞപ്പോൾ ഞാൻ കോഴിമുട്ട പുഴുങ്ങിയത് ഒന്നിങ്ങനെ കത്തി വെച്ച് വരഞ്ഞ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കോഴിമുട്ടയെല്ലാം ചേർത്ത ശേഷം നമ്മളൊന്ന് കറി പതുക്കെ ഇളക്കി കൊടുത്തിട്ട് അത് നമ്മളൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കറി തിളപ്പിച്ചെടുക്കുക. ഏറ്റവും ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതിന് മുകളിൽ വിതറിയ ശേഷം മൂടി വയ്ക്കുക. കഴിക്കാൻ നേരത്ത് എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാല ആയാലും ചേർത്താൽ മതി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ. അതുപോലെ കുട്ടികൾക്കും അതെ, സവാളയും തക്കാളിയും എടുത്ത് കളയാതെ അവർ ആ ഗ്രേവി മൊത്തത്തിൽ ഈ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിൽ കഴിക്കും. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം പ്രാർത്ഥന എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കുകയാണ്. ശരിക്കും കറി എടുത്തു കഴിഞ്ഞിട്ടേ നമ്മൾ പൊറോട്ടയുടെ മുകളിലൂടെ അങ്ങനെ ഒഴിച്ചിട്ട് ആ പൊറോട്ട ഒന്ന് കുതിരണം. അപ്പോൾ ഒരു സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഇന്ന് വിചാരിക്കാണ്ട് നമ്മൾ ഈ വൈകുന്നേരത്തെ നമ്മുടെ ഡിന്നർ വെറൈറ്റി ആയതുകൊണ്ട് പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ നമ്മളൊരു സിനിമ വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ പേര് റബ്ബർ പന്ത് എന്നാണ് എൻ്റെ ഓർമ്മ. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അതാണാവോ. തമിഴ് മൂവിയുടെ മലയാളം ട്രാൻസ്ലേഷൻ ആയിരുന്നു. പക്ഷെ നല്ല മൂവിയായിരുന്നു കേട്ടോ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ആ സിനിമ മൊത്തത്തിൽ കണ്ട് തീർത്തു. തലേദിവസം അതിൻ്റെ പകുതി കണ്ടു, ബാക്കി ബാലൻസ് നമ്മളിപ്പോഴാണ് കണ്ട് തീർത്തത്. പടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നേരമായിട്ടുണ്ടായിരുന്നു എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനായിട്ട്. എനിക്കിങ്ങനെ ഭക്ഷണം കഴിച്ച് പിന്നെ ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര മടിയാട്ടോ പാത്രം കഴുകാൻ തോന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ആ തുടങ്ങാനുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിളേ ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഇത് മുഴുവൻ വൈകുന്നേരം ക്ലീനാക്കി സെറ്റാക്കി വെച്ചാൽ രാവിലെ ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം അതൊരു പ്രത്യേക സുഖമാണ്. കാരണം പണി നമുക്ക് നേരം കിടന്ന് തുടങ്ങാം. മടി പിടിച്ചത് വെച്ചിട്ട് പോണ ദിവസമില്ലേ എനിക്കൊരു പ്രത്യേക ഒരു ഇറിറ്റേഷനാണ്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളായിരിക്കും എനിക്ക് ഇത്തിരി മടി വരിക. കാരണം ചിലപ്പോൾ ടി വി ഒക്കെ കണ്ട് കുറച്ച് അധികം നേരം അവിടെ ഇരുന്ന് പോവും. അത് കഴിഞ്ഞ് പിന്നെ കഴുകി വെച്ചിട്ട് കിടക്കാൻ പോകാമെന്ന് വെച്ചൊരു ദേഷ്യം. അപ്പോൾ അങ്ങനത്തെ ദിവസം ഞാൻ അവിടെ വെച്ചിട്ട് പോകും പാത്രം. സാധാരണ അവധി ദിവസം പ്രത്യേകിച്ച് ഫ്രൈഡേ ആണ് ഞാൻ അങ്ങനെ ചെയ്യാറ്, ഒരു മടി കൂടുതൽ വരിക. അല്ലെങ്കിൽ ബാക്കി ദിവസങ്ങളിലൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആദ്യത്തിലൊക്കെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ വീട്ടുപണികൾ എന്ന് വെച്ചൊരു ഇറിറ്റേഷൻ തന്നെയായിരുന്നു. എല്ലാം പണി എനിക്ക് ഏകദേശം എനിക്ക് ചെറുപ്പത്തിലെ തൊട്ട് ഇങ്ങനത്തെ പണികൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഇറിറ്റേഷനായിരുന്നു ഇതെല്ലാം തന്നെ. പക്ഷേ പിന്നീട് ഇത് ചെയ്ത് വന്ന് സ്പീഡും കാര്യങ്ങളൊക്കെ വന്നു. കുറേ കൂടി ടൈമൊക്കെ മാനേജ് ചെയ്ത് ഒരു പണി ചെയ്യുമ്പോൾ തന്നെ അപ്പുറത്ത് വേറെ കാര്യങ്ങൾ മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ
എനിക്ക് ഓക്കെ ആയി. ഇപ്പം ഞാൻ ഒരുവിധം ഓക്കെ ആയിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ പണ്ടത്തെ ആ ഒരു മടിയും ഇറിറ്റേഷനൊക്കെ നമ്മുടെ ഉള്ളിൽ കൂടെ തിരിച്ചു വരും. പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന്മാരല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരുവിധമൊക്കെ ചെയ്ത് തീരും. അപ്പോൾ അങ്ങനെ എന്തായാലും കിച്ചണും കാര്യങ്ങളൊക്കെ സെറ്റായി. അതുപോലെ തന്നെ അടുത്ത ദിവസത്തേക്ക് നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഞാൻ ഇവിടെ നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ പുട്ടുണ്ടാക്കാനുള്ള കുടം, പുട്ടുകുടം, അതുപോലെ കറികൾ ഇപ്പോൾ ഉണ്ടാക്കാനുള്ള കുക്കറുകൾ, പാത്രങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കാൻ പോണതല്ല ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി നമ്മൾ ചെയ്ത് വെച്ചാലേ അത് 5 മിനിറ്റ് സമയമൊക്കെ വേണ്ടി വരുള്ളൂ. അടുത്ത ദിവസം രാവിലെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ പണി തുടങ്ങാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാക്സിമം എടുത്താൽ പെട്ടെന്ന് നമുക്കതൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിങ്ങനെ എടുത്ത് വെക്കാറുള്ളൂ. അപ്പോൾ ചിലവരാണെങ്കിൽ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് തലേദിവസം ബോക്സിലൊക്കെ ആക്കി വെക്കും. രാവിലെ പെട്ടെന്ന് അപ്പോൾ നമുക്ക് കറി വെച്ച് തുടങ്ങാം. പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടാണ് അതൊക്കെ അരിയാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഈ പാത്രങ്ങൾ എടുത്ത് വെക്കലാണ് മെയിനായിട്ടും ചെയ്യുന്നൊരു കാര്യം. അങ്ങനെ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം പോയി എൻ്റെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. മക്കളോട് സംസാരിക്കാൻ, ചേട്ടനോടൊക്കെ സംസാരിക്കുക, അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഈവനിങ് റുട്ടീൻ എന്ന് പറയുന്നത്. ഈവനിങ് റുട്ടീനിൽ കുറേ അധികം ജോലികളില്ല. രാവിലെയാണ് കുറച്ചും കൂടി ഞാൻ ബിസി ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് പറയുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.